ഇത്തവണ നാട്ടിൽ പോയപ്പോൾ കണ്ണുപെട്ടൊരു സാധനമാണ് വിശറിയാണിത്. അതായത് പാള കൊണ്ടുണ്ടാക്കിയ വിശറി. അപ്പോൾ കണ്ണൂരൊക്കെ കൂടുതൽ ചൂടായത് കാരണം കുറേ വിശറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അച്ചാച്ചൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പിടി പൊട്ടിപ്പോയത് കാരണം സീമക്കൊന്നേൻ്റെ കമ്പ് കൊണ്ടാണ് ഇതിൻ്റെ പിടി ഉണ്ടാക്കിയത്. ഞങ്ങളൊക്കെ ഇതിന് സീമക്കൊന്നെന്ന് പറയും, ചില ആൾക്കാർ ചീമക്കൊന്നെന്ന് പറയാറുണ്ട്. പിന്നെ ഈ കാര്യം വീട്ടിലെത്തി പറഞ്ഞപ്പോഴാണ് അമ്മമ്മ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെന്ന്. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കേൾക്കേ വേണ്ടു. നമ്മൾ ആരെങ്കിലും ഒരു കാര്യം പറയുകയാണ് അമ്മമ്മക്ക് ആക്കാൻ പറ്റുകയാണ് അപ്പം തന്നെ അമ്മമ്മ റെഡി ആയിട്ട് അത് ഉണ്ടാക്കി തരും. അമ്മമ്മ എന്നെ മുമ്പ് എപ്പോഴോ കൊണ്ടുവന്ന് വെച്ചൊരു പാളിയായിരുന്നേ. എൻ്റെ അമ്മമ്മ എന്നെ അത് ഉണ്ടാക്കുകയാണ്. ഇത് ഞങ്ങൾ കത്തിയാളെന്ന് പറയും കേട്ടോ. ഇങ്ങനെ തന്നെ വാക്കത്തേക്ക് ഞങ്ങളുടെ നാട്ടിൽ കത്തിയാളെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് മുറിക്കുന്നത്. ഇത് വലിയ ഷേപ്പുള്ള പാളിയൊന്നുമല്ല, ഒരു സാധാരണ ഒരു കുഞ്ഞു പള. ഇച്ചിരി സൈഡൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി വലിയ പാളയാണെങ്കിൽ നമുക്ക് 2 വിശറി ഉണ്ടാക്കാം. അതായത് 2 സൈഡിൽ നിന്ന് നമുക്കെടുത്ത് വിശറി ഉണ്ടാക്കാം. ഇത് പിന്നെ കുഞ്ഞു പാളയായതുകൊണ്ട് ഒറ്റ വിശറി ഉണ്ടാവുള്ളൂ. കാരണം സൈഡൊക്കെ മുറിച്ച് കളയുമ്പോഴേക്കും നമുക്കൊരു വിശറി ഉണ്ടാക്കേണ്ട ഇതേ കിട്ടത്തുള്ളൂ അതിൽ നിന്ന്. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോഴേ നമ്മളതിന് മുകളിൽ പേരൊക്കെ എഴുതി വെക്കും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും എനിക്കത് ഓർമ്മ വന്നത്. എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പം കാണുന്നത്. നമ്മളിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെയാണ് ഇപ്പം കടകളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് സാധനം കണ്ടപ്പോൾ അത് വീണ്ടും ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. അമ്മ ഇതിനിടയിൽ കഴുകാനുള്ള പാത്രമൊക്കെ എടുത്തിട്ട് അവിടെ പൈപ്പിൻ്റെ അടുത്തോട്ട് പോകാമെന്ന്. കത്തിയാൾ കൊണ്ടാകായിട്ട് ഇനി ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞി കത്തി എടുത്തു. നമ്മൾ കണ്ണൂരൊക്കെ ഇനി പീശാക്കത്തി എന്ന് പറയും കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ ഇനി പീശാക്കത്തി എന്ന് പറയും. കണ്ണൂർ എല്ലാ ഭാഗത്തും പറയുമെന്ന് അറിയില്ല. അമ്മമ്മ ആകുന്ന രീതിയിലൊരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് പറ്റുന്ന രീതിയിൽ പിടിയൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പറ്റുന്ന രീതിയിലാക്കിക്കോ, എൻ്റെ പരമാവധി ഞാൻ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം വർക്കാകുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. പിന്നെ അമ്മമ്മ അതിൽ നന്നായിട്ടൊന്ന് കാറ്റൊക്കെ വീശി സാധനം സെറ്റാണെന്നൊക്കെ പറഞ്ഞു. ബാക്കി പരിപാടി ഏറ്റെടുത്തത് സൂരജാണേ. ഇതിൻ്റെ പിടിക്കുന്ന ഭാഗത്തും പിന്നെ സൈഡ് ഭാഗവും ഒന്ന് ഷേപ്പാക്കാനുണ്ടായിരുന്നു. അപ്പോൾ സൂരജ് ഷേപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വേദു വന്നു. വേദുവിന് വേണ്ടിയിട്ടാണ് ഈ വിശറി ഉണ്ടാക്കുന്നത്. വേദുവാണ് ഇതുപോലത്തെ വിശറി വേണമെന്ന് പറഞ്ഞത് അമ്മമ്മേനോട്. കത്തിക്ക് പിന്നെ വലിയ മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് കുറേ ടൈം എടുത്ത് ഇതാക്കാൻ വേണ്ടിയിട്ട്. നല്ല മൂർച്ചയിൽ കത്തിയാണെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. ഇത് അത്ര വലിയ മൂർച്ചയില്ലാത്ത കത്തിയായിപ്പോയി. പച്ചപ്പാളി എടുത്തിട്ടാണ് ഇതുപോലെ വിശറി ആക്കുന്നതെങ്കിൽ നമ്മൾ ആക്കിയതിന് ശേഷം വെയിലത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഭാരോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നിൽക്കും. അല്ലെങ്കിൽ നല്ല വെയിൽ കൊണ്ട് അത് ഉണങ്ങിപ്പോവാനും ചുരുണ്ടു പോകാനും സാധ്യതയുണ്ട്. ഇത് പിന്നെ കുറച്ച് ഉണങ്ങിയ പാളയായത് കാരണം അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ അപ്പം തന്നെ ഉപയോഗിച്ചു, ഉണക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നോക്കിയിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുക, നമ്മളും കുറേ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പിടിച്ചു കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് ഈ രൂപത്തിലാണ്. ഈ ബാക്ക് സൈഡിൽ കുറച്ചൊരു ഒടിവ് കാണുന്നത് ഈ പാള ഓൾറെഡി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒടിവാണ്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഉണങ്ങിയത് കാരണം പിന്നെ നമ്മൾ രണ്ടാമത് വെയിലത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. വേദു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവൾ കുറേ നേരം അതിനെ കൂടി വീശി കളിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലത്തെ വിശറി ഓർമ്മകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.